ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഖ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്രത്തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കുറച്ചിങ്ങനെ ഈശ്വര കഥകൾ കേട്ടപ്പോൾ ശൗനകാദികൾക്ക് തോന്നി ഇതൊക്കെ കേൾക്കാത്തതായിട്ടുള്ള ജീവിതം എന്തിനാണ്. ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയാം, എന്ത് പേരിട്ടാലും കുഴപ്പമില്ല. മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നി. അവനവനിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുണ്ടോ. അപ്പോൾ നല്ലൊരു സംഗീതം കേട്ടു, ഇത് ആസ്വദിക്കാനുള്ളൊരു മനസ്സെങ്കിലും ഭഗവാൻ തന്നല്ലോ. പഠിക്കാൻ കഴിഞ്ഞില്ല, എന്തായാലും ഇത് കേൾക്കാൻ സാധിക്കുക. ഒന്നും അറിഞ്ഞിട്ട് രാഗോ താളോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും സംഗീതം കേൾക്കുമ്പോൾ ഒരു സുഖം ചിലർക്കുണ്ടാവും, ചിലർക്കോ ഇതൊന്ന് ഓഫാക്കി കിട്ടിയാൽ മതി എന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തോന്നും എന്തായാലും ഇതൊക്കെ കേൾക്കാനെങ്കിലും സാധിച്ചുല്ലോ എന്നൊരു ഭാവം. ഈശ്വര കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരഭിമാനം, സന്തോഷം, അതിനുള്ള അവസരം കിട്ടിയതിൽ ഭഗവാനോടുള്ളൊരു കൃതജ്ഞത, ഇതൊക്കെ ആ ശൗനകാദികൾക്ക് തോന്നി. പരണ വരാഹം, പന്നി, ഒട്ടകം, ഇങ്ങനെ 4 കാലുള്ളതും 2 കാലുള്ളതും ഇല്ലേ, തുമ്പിക്കൈയുള്ളതുമായിട്ടുള്ള എത്ര ജീവികളെ ഭഗവാൻ സൃഷ്ടിച്ചു. അവർക്കൊന്നും ഈശ്വര കഥ ആസ്വദിക്കാനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിട്ടില്ല. മനുഷ്യർ മാത്രമല്ലേ അതെന്താണെന്ന് കേട്ട് ആസ്വദിക്കാനും സപ്താഹം നടത്താനും അല്ലേ കുറച്ചെങ്കിലും അതിൽ പോയിരിക്കാനും കേൾക്കാനും നമസ്കരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് അടുത്ത ശ്ലോകം മുതൽ ഭഗവാന്റെ കഥകൾ കേൾക്കാത്തവരുടെ നിർഭാഗ്യം, കേട്ടവരുടെ ഭാഗ്യം, കേൾക്കുന്നവരുടെ ഭാഗ്യം കുറിച്ചാണ് പറയണം. ബിലേ ബദോരു ക്രമാന്യേ ഈ ചെവിയുണ്ട് 2 ദ്വാരം മാത്രം എല്ലാ ജീവികൾക്കും ഉള്ള പോലെ. നമ്മുടെ ഷേപ്പ് വ്യത്യാസമുണ്ട്, അത് ഓരോ ജീവികളുടെ ചെവിയുടെ ഷേപ്പും വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. കാലും കൈയും ഒക്കെ ഓരോന്നും ഓരോ പോലെയാണ്. 2 ദ്വാരമുണ്ട് എന്നുള്ളതിലെല്ലാം ഒരുപോലെയാവും എന്നൊഴിച്ചാൽ അതിനൊരു യോഗ്യത ഒന്നുമില്ല. എങ്ങനെ അല്ലെങ്കിൽ ഈശ്വര കഥകൾ കേട്ടിട്ടില്ലെങ്കിൽ. ബിലം എന്ന് പറഞ്ഞാൽ ഗുഹകൾ, ദ്വാരം എന്നർത്ഥമാണ്. ന ശൃണ്വത കർണപുടേ നരസ്യ, ആ ചെവികളിൽ ഈശ്വര കഥ കേട്ടിട്ടില്ലെങ്കിൽ അതെന്തിനു കൊള്ളും. ജിക്വാസതീതാർദുരികേവസൂത, നാവുണ്ട്. നാവ് ഇപ്പം എല്ലാ ജീവികൾക്കും ഇല്ലേ, പശുവിനുണ്ട്, തവളയ്ക്കും ഉണ്ട്. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. നേരം മഴയൊക്കെ പെയ്താൽ പാടത്തുനിന്ന് ഗംഭീര ശബ്ദം കേൾക്കും, തവളകളുടെ ശബ്ദം കേൾക്കില്ലേ. അതുപോലൊരു ശബ്ദം നമ്മളുണ്ടാക്കുക എന്നല്ലാണ്ട് അതിനെന്താണ് കേമത്വം. അതുകൊണ്ട് ജിഹ്വ, മാവ്, നമ്മുടെ നാവ് എന്തിനാണ്? ഈശ്വരനാമങ്ങൾ ചെല്ലാനും ഈശ്വര മഹാത്മ്യങ്ങൾ പറയാനും. ദാർദുരികേവ സൂത, അല്ലയോ സൂത മഹാത്മാവേ, എന്തിനാണ് ഈ നാവ്? സൂതാന്ന് വിളിച്ചുകൊണ്ട് പറയാം. ദാർദുരിക എന്ന് പറഞ്ഞാൽ തവള, തവളയുടെ എന്ന് പറയുന്നത്. തവളയുടെ നാവും നമ്മുടെ നാവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നചോപഗായ തുരുഗായ ഗാഥ, ഒരു ഗായൻ ഭഗവാൻ, ഭഗവാന്റെ ഗാഥ പാടിയിട്ടില്ലെങ്കിൽ അല്ലേ. നാരദനും മഹർഷിമാരൊക്കെ അവർക്കൊരു ഗുണം അതാണ്. അതിൽ സഞ്ചയം കിട്ടിയ എപ്പോഴും വീണയുടെ പശ്ചാത്തലവും നീട്ടി ഈശ്വരകഥകൾ പറയുക. അല്ലാതെ ആ നാവുകൊണ്ട് അവർക്കൊന്നും പറയാനുള്ള താല്പര്യമില്ല എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ നാവാണ് യഥാർത്ഥത്തിലുള്ള നാവ്. ലോകകാര്യങ്ങളും പരദൂഷണങ്ങളും പറയാനല്ല എന്നർത്ഥം. ജിക്വാസതീതാർദുരികേവ സൂത, വെറും തവളയുടെ നാവ്, അത്രയേ ഉള്ളൂ. ഇനി അറിയണം. ഭാരപ്പരം പട്ടകിരീട ചുഷ്ടമപ്യുത്തമാംഗം നനമേൻ മുകുന്ദം ശാവോ കരോ നോ ഗുരുതസ്വര്യാം ഹരേർലസൽ കാഞ്ചന കങ്കണൗവ ഒക്കെ ഭർതൃഹരി തൻ്റെ സുഭാഷിതത്തിൽ ഈ ആശയം വെച്ച് പല ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഭാരപ്പരം പട്ടകിരീട ചുഷ്ടം, എന്താണ് ഒരു മനുഷ്യൻ്റെ തലയുടെ മാഹാത്മ്യം? തല എന്ന് പറഞ്ഞാൽ നല്ല കിരീടങ്ങളൊക്കെ ധരിച്ച് ബാക്കിയുള്ള ആഭരണങ്ങളോ അലങ്കാരങ്ങളോ ധരിക്കലല്ല. പട്ടകിരീട ചുഷ്ടം എന്ന് പറഞ്ഞാൽ കിരീടം, പട്ടം അലങ്കരിച്ചത് ഉത്തമമായിട്ടുള്ള ലോഹാദി സ്വർണം രത്നം മുതലായിട്ടതേ കൊണ്ട് നിർമ്മിച്ചതിനാണ് ഈ പട്ടകിരീടം അല്ലേ. മഹർഷി പട്ടം, രാജാപതി പട്ടം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അലങ്കാരങ്ങളോടും സ്ഥാനങ്ങളോടും കൂടിയിട്ടുള്ള കിരീടം ധരിച്ചു ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞതൊന്നും തലയുടെ കേമത്തമല്ല. പിന്നെയോ അപ്യുത്തമാംഗം, മുഖം, ന നമേൻ മുകുന്ദം, ഭഗവാനെ നമസ്കരിക്കുക. ഭഗവാനെ നമസ്കരിച്ച്
പഠിക്കണം. ചെറിയ കുട്ടികളെയൊക്കെ നമസ്കരിച്ച് പഠിപ്പിക്കണം. അത് ഭഗവാന്റെ മുമ്പിലായാലും ശരി, അതുപോലെ തന്നെ മഹാന്മാരുടെ മുമ്പിലായാലും അവരെ നമസ്കരിക്കുമ്പോൾ ഓർത്തോക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുതുവിന് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കാൻ ഏറ്റവും നല്ല പോസാണ് നമസ്കരിക്കുക എന്ന്. അപ്പോൾ പണ്ടുള്ളവരുടെ ബുദ്ധി എവിടെ എത്തി? അവർ ഓർത്തോ പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല, നല്ലപോലെ നമസ്കരിക്കുക. എന്നിട്ട് 2 കൈയിമ്പിലും ഒന്ന് എഴുന്നേൽക്കുക, അവിടെ 2 കൈ കുത്തിയിട്ട് ഒന്ന് പോസ് ചെയ്യുക. നമസ്കാരം തന്നെയാണത്. ഇത് നിങ്ങൾ ഓർത്തോനെ കണ്ടോക്കൂ, മുതുവിന് കുഴപ്പം വരാണ്ടിരിക്കാൻ പറ്റിയൊരു എക്സസൈസാണ് എന്ന് അവർ പറയാം. എന്നോട് പറഞ്ഞിട്ടുണ്ടാവുണ്ടാ പറയണം. കൈ മുഴുവനെ കുത്തിയിട്ടൊന്ന് ഒന്ന് കിടക്കുക, മുഴുവനെ കുത്തണം, ഒന്ന് വളയ്ക്കാതെ. പിന്നെ കൈ മടക്കിയിട്ട് ഒന്ന് നമസ്കരിക്കുക. ഈ 2 എണ്ണം. അപ്പം അതൊരു എക്സസൈസും കൂടിയാണ്. അപ്പം നമസ്കരിച്ചതിൻ്റെ ഗുണം ആർക്കാ? നമസ്കരിക്കണവർക്കാണ്, അല്ലാണ്ട് ആരെയും നമസ്കരിച്ചു അവർക്കല്ല. നനമേൻ മുകുന്ദം. അവിടെ എത്ര പ്രാവശ്യം നമസ്കരിക്കുന്നുവോ അനവധി പ്രാവശ്യം വീണ് നമസ്കരിച്ച് നീട്ട് വീണ്ടും തൊഴുത് വീണ്ടും നമസ്കരിക്കണ ചില സാധകരെ നമ്മൾ കാണാം ഇല്ലേ അമ്പലത്തിൽ. അതൊരു എക്സസൈസാണത്. അപ്യുത്തമാംഗം നമേൻ മുകുന്ദം. അപ്പം അവരെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ തല ഒരു ഭാരം മാത്രമാവും. ഒരു ഗുണം അതുകൊണ്ടില്ല എന്നർത്ഥം. ശാവോ കരോനോ കുരുതസ്സവര്യാം. ശവത്തിൻ്റെ കൈകളെ പോലെ നിഷ്പ്രയോജനങ്ങളാണ്. ഹരേർലസൽ കാഞ്ചന കങ്കണവുക. നല്ല കങ്കണങ്ങളും ആഭരണങ്ങളും വളയ്ക്ക് മുതലായിട്ട് കങ്കണം. ഇപ്പൊക്കെ വള ഇടലൊരു ഫാഷനായിട്ടുണ്ടല്ലേ. ചിലർ സ്റ്റീലിൻ്റെ വള, ചിലർ കടകം, ചിലർ കങ്കണം, ചില ആണുങ്ങളും വളയിട്ട് കാണാം. ഇതല്ല കയ്യിൻ്റെ യോഗ്യത. മറിച്ച് ഭഗവാനെ പൂജിക്കുക. അതാണ് കുരുതസ്സപര്യാം. ശ്രീകൃഷ്ണായ നമ, കമലാനാഥായ നമ, വാസുദേവായ നമ, സനാതനായ നമ. ഇങ്ങനെ പൂജിക്കുക. ഈ പൂജാരിമാരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് ആലോചിക്കുക. നമ്മളിങ്ങനെ ഇരുന്ന് കഥ പറയുമ്പോൾ പൂജാരി അപ്പുറത്ത് ഇങ്ങനെ പൂജിക്കുന്നതാണ് അല്ലേ. ഓരോരോ പൂവായിട്ട് ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ അർച്ചിച്ച് മണിയൊക്കെ അടിച്ച പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ആ പൂജ ഒരു ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഈ പൂജിക്കാൻ പറ്റിയില്ലല്ലോ, പൂജ പഠിക്കാത്തതുകൊണ്ട് ഒരു തോന്നലുണ്ട്. അവരിങ്ങനെ പൂജിക്കുമ്പോഴേ ഭക്തിയോടുകൂടി സുഖമായിട്ട് യാതൊരു മടിയില്ലാതെ ഇങ്ങനെ പൂവിട്ട് പൂജിക്കുക ഒരു ഭാഗ്യ. ചിലർക്ക് ഈ ഭാഗവതത്തിൽ പൂജയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു 2ാം തരം. ഞാൻ പൂജക്കാരനല്ല, ആചാര്യനാ ആവാനാ ഇഷ്ടം, വായനക്കാരനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാരും മടിക്കണ? അവർ ഈശ്വരനെയല്ലേ പൂജിക്കണ, ആചാര്യനെ വായിക്കണ ആളെ എല്ലാം പൂജിക്കണ. ഭഗവാനെ പൂജിക്കാൻ എന്തിനാ മടിക്കണ? ആ അവസരം ഉപയോഗിക്കുകയല്ലേ വേണ്ട. അപ്പോൾ ധാരാളം പുഷ്പങ്ങളെ കൊണ്ട് ധാരാളമായിട്ട് പൂജിക്കുക ഒരു വലിയ ഉപാസനയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കൈകളാണ്. അല്ലാത്ത കൈകളുണ്ടല്ലേ, എല്ലാ പശുക്കളുടെയും നാൽക്കാലികളുടെയും മുൻകാലുകളെ ചിലർ കയ്യെന്ന് പറയും. അത് നമ്മുടെ കയ്യും തമ്മിൽ വ്യത്യാസപ്പെടണമെങ്കിൽ ഭഗവത് പൂജ ചെയ്യണം. ബർഹായി തേ തേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർന്ന നിരീക്ഷതോയേ. മയിൽപ്പീലികളുടെ നിർജീവമായിട്ടുള്ള കണ്ണാണത്രേ ഈശ്വരനെയോ സജ്ജനങ്ങളെയോ കാണാത്ത കണ്ണ്. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് തെച്ച കൂടാതെ വീണു നമിക്കണം. ഗുരുനാഥന്മാർ പറയും 2 കാര്യം ചെയ്യാറായാൽ ഒരാൾ ഉയർന്നു എന്നാ. ചെറിയ ഭാഗം അയാൾ ഉയർന്നു എന്ന് കണക്കാക്കാം. 1, നാണം കൂടാതെ ഇഷ്ടം പോലെ നാമം ചെല്ലാറാവുക. ഉറക്കെങ്കിൽ ഉറക്കെ, മെല്ലെങ്കിൽ മെല്ലെ നാമം ഇങ്ങനെ ചെല്ലാൻ ഉള്ളൊരു ടെൻഡൻസി. അയാളൊരു പടി ഉയർന്നിരിക്കണു തീർച്ചയാണ്. പിന്നൊന്ന് നമസ്കരിക്കലും. വേറൊരാളെ നമസ്കരിക്കാൻ മടിയില്ല എന്നായാൽ അയാൾ ഉയർന്നു എന്നാണ്. ഉയർന്നവർക്ക് എത്ര ഇത് പറ്റൂ? താഴെയല്ല ചെയ്യണം. മറ്റൊരാളെ നമസ്കരിച്ചാൽ അയാൾ ഉയർന്നു. ഇത് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സജ്ജനങ്ങൾ താഴ്മ കൊണ്ട് ഉയരുന്നു. ഉയർന്നിട്ടല്ല, താഴ്മ കൊണ്ട് ഉയരുന്നു. നമസ്കരിക്കാറായാൽ അയാൾ ഉയർന്നുണ്ട്. നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടു എന്ന് പറയാം. അപ്പം അത് കാണാത്ത കണ്ണ്, ഈശ്വരനെ സജ്ജനങ്ങളെ കാണാത്ത കണ്ണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ലിംഗാനി എന്ന ശരീരം. ലിംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശരീരം എന്നർത്ഥമേ ഉള്ളൂ. അങ്ങനെയുള്ള മുകുന്ദലിംഗങ്ങൾ, മുകുന്ദ ശരീരങ്ങൾ, മുകുന്ദ രൂപങ്ങൾ, ആരാണ് ലിംഗം എന്ന് പറയുക? വിഷ്ണോർണ നിരീക്ഷതോയെ. വിഷ്ണുവിൻ്റെ ശരീരത്തെ ലിംഗങ്ങളെ ഭഗവാനെ എന്നർത്ഥം. ശരീരം, അതിനെ കാണാത്ത കണ്ണുകൾ. മയിൽപ്പീലികളുടെ കണ്ണുപോലെ നിർജീവമാണ്. പാദോദൃണാം തോദ്രുമജന്മഭാജോ ക്ഷേത്രാണി നാനു വ്രജതോ ഹരേറിയോ. ഇത്രയും കേട്ടപ്പോൾ അവർക്കിങ്ങനെ തോന്നുകയാണ് ഓരോന്നേ. എന്ത്? ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കാത്തതായിട്ടുള്ള കാലുകൾ
എന്തിനാണ്? മരത്തിൻ്റെ ഓരോ വേരോ കുറ്റിയോ അതുപോലെ വേര് നേരെ കീഴ്പ്പെട്ട് പോയ നാരായ വേരാണ് മരത്തെ നിലനിർത്തണത് അല്ലേ? അതിന് മാത്രമേ ഒന്നിന് പറ്റുള്ളൂ. ഒരു മരത്തിൻ്റെ വേരിന് എന്താ വല്ലാതെ യോഗ്യത? അതുപോലെ നമ്മളെ നിലനിർത്തുന്നത് കാലാണ്. കാലില്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? അല്ലാതെ അതിനെന്താ മെച്ചം? മനുഷ്യൻ്റെ കാല് എന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം? ക്ഷേത്രാണി നാനു വ്രജതോ, ഹരിയുടെ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കണം. അത് നല്ല വ്യായാമമാണ്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രദക്ഷിണം വയ്ക്കുക. ഒരു 21 വട്ടം പ്രദക്ഷിണം വെച്ചാൽ തന്നെ പ്രഷറും ഷുഗറും വളരെ കുറയുന്നതാണ്. കോട്ട മൈതാനത്തിൽ ട്രൗസർ ഇട്ട് നടക്കാൻ പോകാറുണ്ട് നമ്മൾ. പാലക്കാട്ടായതുകൊണ്ട് പറഞ്ഞതാട്ടോ കോട്ട മൈതാനം. അവിടെ നടക്കാൻ പോയിട്ട് നാട്ടുവർത്തമാനം പറയുന്നതിന് പകരം ക്ഷേത്രത്തിൽ പോയിട്ടൊരു 10 പ്രദക്ഷിണം വെച്ചാൽ അത് വ്യായാമമായി, മനസ്സ് ഈശ്വരമായിട്ടുള്ള ഭാവം നിറയും ചെയ്യും ഇല്ലേ? അപ്പോൾ അതൊക്കെ വ്യായാമപരമായിട്ടും കൂടിയിട്ടാണ് പണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രദക്ഷിണം വയ്ക്കാത്ത കാലുകൾ മരത്തിൻ്റെ വേരുകളെ പോലെ നിഷ്പ്രയോജനങ്ങളാണ്. ജീവച്ഛവോ ഭാഗവതാംഗ്രിരേണും നജാതുമർത്യോഭിലഭേതയസ്തു ശ്രീവിഷ്ണുപത്യാമനുജത്തുളസ്യാ ശ്വസച്ഛവോ യസ്തു നവേദഗന്ധം. ജീവച്ഛവമാണ് ഒരാൾ എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. ആരാണോ നജാതുമർത്യോഭിലഭതയസ്തു, ഈശ്വരഭാവം ഇല്ലാതിരിക്കുന്നവൻ. ഭാഗവതാംഗ്രി രേണു എന്നിവിടെ പറഞ്ഞിരിക്കണു. ഇതാണ് ഭാഗവതാംഗ്രി രേണു. ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ഭക്തൻ. ഈശ്വര കാര്യങ്ങൾ ധാരാളമായിട്ട് അനുഷ്ഠിക്കുന്ന ഭക്തൻ്റെ പാദധൂളി ശിരസിലേറ്റിയാൽ അത് തന്നെ അത്ര ഏറ്റവും വലിയ പ്രസാദം. ഗുരുവായൂർ കളഭം തന്നെ കുറിയിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനേക്കാൾ വലിയ പ്രസാദമാണ് സുധാമാവ്, കുചേലവൃത്തല്ലേ, അവരെ പോലെയുള്ള ഭക്തൻ്റെ ഭാഗവതാംഗ്രി രേണു, അവരുടെ പാദധൂളി ശിരസ്സിലണിയാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ. അല്ലാത്ത ശിരസ്, അല്ലാത്തവൻ ജീവച്ഛവമാണ്. ജീവൻ ഉണ്ട് എന്ന് മാത്രം പറയാം. ജീവച്ഛവോ, ജീവ പ്ലസ് ശവം, അത് കൂടിച്ചേരുമ്പോൾ ശവ ആവണം കേട്ടോ. ജീവച്ഛവോ ഭാഗവതാംഗ്രി രേണും ന ജാതു മർത്യോപി ലഭേത യസ്തു. അതാണ് നമസ്കരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ വിനയം ശീലിക്കാനും പഠിക്കണം എന്ന് പറഞ്ഞത്. ശ്രീവിഷ്ണുപത്യാമനുജസ്തുളസ്യ ശ്വസച്ഛവോ യസ്തു നവേദഗന്ധം. അതുപോലെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചതായ താമരപ്പൂവ്, തുളസി, ഗുരുവായൂർ കളഭം ആവാം. അതിൻ്റെ ഗന്ധം ആസ്വദിക്കാത്ത മൂക്ക് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അത് ഒരു ശവത്തിൻ്റെ മൂക്കിനെ പോലെ നിഷ്പ്രയോജനങ്ങളും ഒന്നിനും കൊള്ളാത്തതും ആണ്. അപ്പോൾ മനുഷ്യനായ തുളസി, ചന്ദനം അല്ലേ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള താമര, ഗുരുവായൂർ കളഭം പോലെയുള്ള പ്രസാദങ്ങൾ, ഇതിൻ്റെ ഗന്ധം ആസ്വദിക്കുക വേണ്ടത്. ഇപ്പം എന്തൊക്കെ ഗന്ധമാണ് നമ്മൾ ആസ്വദിക്കുക? നേരം വെളിച്ചായ കുപ്പി എടുത്തിട്ട് പീച്ചാൻ തുടങ്ങും ശരീരത്തിലൊക്കെ ഇല്ലേ? കുറവടിയും അതും ഇതും സെൻറ്റും പെർഫ്യൂമും വെച്ചിട്ട് എത്ര കുപ്പികളാണ് ഓരോരോ ആൾക്കാരുടെ കയ്യിലുണ്ടാവും ഇതൊക്കെ പീച്ചി സുഗന്ധം ഉണ്ടാക്കാൻ. ആ സുഗന്ധം ശരീരത്തിൽ തട്ടിയ അലർജി ഉണ്ടാവും, കുറേ ആയാൽ അതുകൊണ്ടൊക്കെ ദോഷങ്ങളും ഉണ്ടാവില്ല. ആ കെമിക്കലാണ് അടിക്കണത്. അതിന് പകരം ഈ മാതിരിയുള്ള ഗന്ധങ്ങളിലാണ് നമ്മൾ ഭ്രമിച്ചതെങ്കിൽ എത്ര നന്നെന്ന് ഇവിടെ പറയുകയാണ്. ഉണ്ട് ശ്രീവിഷ്ണുപത്യാമനുജസ്തുളസ്യ, തുളസിയുടെ ഗന്ധം, താമരയുടെ ഗന്ധം, കളഭത്തിൻ്റെ ഗന്ധം, ഇത് കേട്ട് ശീലിച്ചവർക്ക്, ഇത് അനുഭവിച്ച് ശീലിച്ചവർക്ക് കൃത്രിമ സുഗന്ധങ്ങൾ ആസ്വദിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. നോക്കിയിട്ടുണ്ടോ? അവരുടെ ആ രൂക്ഷഗന്ധം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അസഹ്യത ഉണ്ടാവുക. അപ്പോൾ ഇതാണ് മൂക്കുകൊണ്ട് ആസ്വദിക്കേണ്ടത്. ഇനി പറയണം തത് അശ്മസാരം ഹൃദയം ബധേദം യഗൃഹ്യമാണേർ ഹരിനാമധേ. ഹരികഥകളും ഹരിയുടെ നാമങ്ങളും കേട്ട് അലിവില്ലാത്തതായിരിക്കുന്ന ഹൃദയം ഒരു വലിയ ക്വാളിറ്റിയാണ്. കേൾക്കണം എന്ന് തോന്നുക, കേൾക്കുക മാത്രം പോരാ, അതിൽ അലിയാൻ സാധിക്കണം. എങ്ങനെ അലിയ? ബാക്കി ഒന്നിലും ശ്രദ്ധയോ ഈ ലോകത്തിനോട് തന്നെ ബന്ധമോ ഇല്ലാതെ വിടാൻ സാധിക്കുക. എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. കേൾക്കുന്നുണ്ടാവും, പക്ഷേ ചെവിയിൽ കേൾക്കുക എന്നല്ലാതെ മനസ്സുകൊണ്ട് കേൾക്കില്ല. മനസ്സുകൊണ്ട് കേൾക്കാത്ത കലത്താപ്പം എന്തൊക്കെയാണ് കേട്ടോ എന്ന് പറയുക. അയ്യോ അത് ഓർമ്മയില്ല കേട്ടോ എന്ന് പറയില്ലേ? കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേൾക്കാൻ ചെവി മാത്രം മതിയോ?
മനസ്സ് വേണം, വേണ്ടേ? ആ മനസ്സ് ബുദ്ധി അത് പ്രവർത്തിപ്പിച്ചു കൊണ്ട് കേൾക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തെ മറക്കാൻ കഴിയും. ഹരിനാമധേയേ, ഹരിനാമധേയങ്ങളും ഭഗവാന്റെ കഥകളും കേട്ടിട്ട് അലിയാത്ത ഹൃദയം അലിയണം. അപ്പോഴാണ് അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ. ഹൃദയവും അതുമായിട്ട് മറന്ന് നമ്മൾ ഈ ശരീരത്തെ അടക്കം മറക്കാൻ കഴിഞ്ഞാൽ ആ ശ്രവണം ഒരു ഉപാസനയാണ് എന്നാണ്. അവിടെ ആവർത്തന വൈരസ്യം ഇല്ല. ആവർത്തന വൈരസ്യം എന്നൊന്നില്ല സത്യത്തിൽ എന്നാണ് നമ്മൾ ഉണ്ടാക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ ആവർത്തനം. ഇപ്പോൾ പാണ്ഡിമേളം എത്രയോ വർഷം ഒരേ എണ്ണങ്ങൾ കൊട്ടിയിട്ട് മടുക്കുന്നുണ്ടോ നമുക്ക്? ഒന്നും വേണ്ട. ഈ എറ്റിപ്പട്ടവും കെട്ടിയിട്ട് നിർത്തിയ ആന ഒന്നല്ലേ എല്ലാ ആനയും? ശരിക്കും ഒരാച്ച ഒരാന പോരെ? അപ്പോൾ ഈ എല്ലാ ആനയും കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവണത് എന്താണ്? അത് ആവർത്തന വൈരസ് ഇല്ല, സംശയമൊന്നുമില്ല. അതിഷ്ടമുള്ളവർക്ക് അതൊരു ഗെയിമാണ്. തായമ്പകട എണ്ണങ്ങൾ ഒന്നു തന്നെ ഇല്ലേ എല്ലാ തായമ്പയ്ക്കും കൊട്ടണം. അതിൽ ചെറിയ മനോധർമ്മങ്ങൾ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. കഥകളിയുണ്ട്, ഓട്ടം തുള്ളലുണ്ട്, വേറെ ഇതൊക്കെ ആവർത്തന വൈരസ്. ഊണയിക്കണത് ആവർത്തന വൈരസാണെന്ന് തോന്നിയാൽ പെട്ടില്ലേ? അയ്യേ ഞാൻ രാവിലെ ഊണയിച്ചിട്ടോ ഇപ്പോൾ ഊണയിക്കണില്ല. അപ്പോൾ ഇതൊന്നും ആവർത്തനമാണ് ഒരു തരത്തിൽ. ഈ ജീവിതം മുഴുവൻ ആവർത്തനം അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഈശ്വര കഥകൾക്കുണ്ട് അതേ താളം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? വായന തുടങ്ങുന്ന സമയത്തുള്ള തുടക്കവും അവതാരവും എല്ലാ ഭാഗങ്ങളും രുക്മിണി സ്വയംവരമാണ്. അപ്പം എത്ര രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ടുണ്ടാവും? അപ്പോൾ അതിൻ്റെ പുതുമ ആസ്വദിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ ആ ഹൃദയത്തിൽ അത് തട്ടി ആസ്വദിച്ചെങ്ങനെ ഇരുന്നാൽ എന്തുണ്ടാവില്ല? ആവർത്തന വൈരസ്യം എന്നൊന്നുണ്ടാവില്ല. പറയുന്നുണ്ട് തദൈവരും രുചിരം നവം നവം. ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയതായിട്ട് തീരുത്ര ഈശ്വരകഥ. പുതുമ കൂടി വരുന്ന ഒരു പ്രത്യേകത. കാരണം ഭഗവാനെ കണ്ടിട്ട് ആർക്കെങ്കിലും മടുക്കുമോ? എത്ര പ്രാവശ്യം ഗുരുവായൂർക്ക് പോയവരുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഗുരുവായൂർക്ക് പോണ ഒരാളെ എനിക്കറിയാം. എന്നിട്ട് കണ്ടിട്ട് മടുക്കുന്നുണ്ടോ? അപ്പോൾ അതിനൊന്നും ആവർത്തന വൈരസ് ഇല്ല. ന വിക്രിയേതാതയതാ വികാരോ നേത്രേ ജലം ഗാത്ര രുഹേഷു ഹർഷ. ഭഗവാനെ കണ്ട് രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകുക, ഈശ്വരകഥകൾ കേൾക്കുക, നാമം ജപിക്കുക. അപ്പോൾ രണ്ട് കണ്ണിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകണത് ഭക്തിയുടെ ലക്ഷണമാണ്. ഹൃദയത്തിൽ തട്ടിയാലേ കണ്ണുനീര് വരുള്ളൂ അല്ലേ? നല്ലതായാലും വേദനയായാലും ഹൃദയത്തിൽ ഇങ്ങോട്ട് തട്ടിയാൽ തന്നെ കരയും നമ്മളല്ലേ? കണ്ണുനീര് വരും. അപ്പോൾ അത് ഭക്തി കണ്ണീര് വരണമെങ്കിലും വേണം ഭാഗ്യം എന്നാണ് പറയണം. അതാഭിദേഹ്യംഗ. പണ്ടൊരു സുഭാഷിതത്തിൽ തന്നെ ഒരു സുഭാഷിതമുണ്ട്, ആരെഴുതി നിശ്ചയില്ല. ഒരു കുറുക്കൻ വേറൊരു മരിച്ച ശരീരത്തെ കടിക്കാൻ പോകുമ്പോൾ ആ കുറുക്കൻ്റെ സുഹൃത്ത് പറയാണ്, അയ്യോ സുഹൃത്തേ, നീ അവൻ്റെ നാവ് ഒരിക്കലും കടിക്കരുത് കേട്ടോ. കാരണം ജീവിച്ചിരിക്കുമ്പോൾ, തമാശയായിട്ട് പറയുന്ന സുഭാഷിത, ഒരു നാമം പോലും ജപിച്ചിട്ടില്ല. അപ്പോൾ ആ കുറുക്കന് തോന്നി നാവ് നന്നല്ല, ചെവി കടിച്ചാലോ? അയ്യേ അത് ഒട്ടും നന്നല്ല. ഇവൻ ഒരു ഭാഗവതോ ഈശ്വരകഥയോ ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടില്ല. അവസാനം കാല് കടിക്കാൻ നോക്കി. പ്രദക്ഷിണം വയ്ക്കാത്ത കാലാണ് സുഹൃത്തെ, അവൻ്റെ അത് കൊള്ളില്ല, ഞാൻ ഉപേക്ഷിച്ച് പോന്നതാ, നീ അവൻ്റെ കാലും കടിക്കണ്ട കേട്ടോ. കൈ കടിക്കാൻ നോക്കിയപ്പോഴോ ഒരു പൂജ പോലും ചെയ്തിട്ടില്ല, ഒരു ദാനം പോലും ആ കൈ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സർവാംഗവും നീ കൃഷ്ടാണ് എന്ന് തൻ്റെ സുഹൃത്തായ കുറുക്കനോട് മറ്റൊരു കുറുക്കൻ പറയുന്നതായിട്ടൊരു സുഭാഷിതമുണ്ട്. അപ്പോൾ ഈ ഇവിടെ ജീവിച്ച് മരിച്ചുപോയി ഭാരതത്തിൽ വന്നിട്ട് വെച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവണമെങ്കിൽ തൻ്റെ ശരീരം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് സൂത ശൗനകാദികൾ ആനന്ദമായിട്ട് പറയണം. ഇനിയും പറയൂ. അഥാഭിദേഹ്യംഗമനോനുകൂലം പ്രഭാഷതേ ഭാഗവത പ്രധാന. ആത്മവിദ്യാവിശാരദനായിരിക്കുന്ന, അതിൽ സമർത്ഥനായിരിക്കുന്ന സൂത അങ്ങ് പറയണം. വൈയാസകി വ്യാസപുത്രൻ എന്താണ് പരീക്ഷത്തിനോട് പറഞ്ഞത്? വ്യാസപുത്ര ശുഗൻ എന്താണ് പരീക്ഷത്തിനോട് പറഞ്ഞത് എന്ന് ഞങ്ങളോട് പറഞ്ഞു തരണം. ശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞത് ഇവിടെ വീണ്ടും പുനരാഖ്യാനം ചെയ്യണം. ആര്? സൂതൻ ശൗനകാദികളോട്. നമ്മൾ അതിനെ വീണ്ടും പുനരാഖ്യാനം ചെയ്യണു അല്ലേ? ഇങ്ങനെ പുനരാഖ്യാനം ചെയ്ത് പോവുകയാണത്. അപ്പോൾ പരീക്ഷത്തിനോട് ശുഗൻ പറഞ്ഞ കാര്യങ്ങൾ അഭിദേഹി ഞങ്ങളോട് പറഞ്ഞാലും മനോനുകൂലം മനസ്സിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും സുഖമുള്ള ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രഭാഷതേ ഭാഗവത പ്രധാന യഥാഹ
വൈയാസകി ആത്മവിദ്യാവിശാരദോ. ആത്മവിദ്യാവിശാരദ എന്ന് വിശേഷണമാണ്. ആരുടെയാ? വൈയാസകി, ശുകൻ. വ്യാസപുത്രനാണ് വൈയാസകി. വ്യാസപുത്രനാണ് ശുകൻ. അപ്പോൾ ആത്മവിദ്യാവിശാരദനായിട്ടുള്ള ശുകൻ യദാഹ എന്തു പറഞ്ഞു? ആരോട്? നൃപതിം, രാജാവിനോട്. രാജാവായിട്ടുള്ള പരീക്ഷത്തിനോട് എന്തു പറഞ്ഞു? വാളും കിരീടവും കയ്യിൽ വെച്ച് സിംഹാസനസ്ഥനായിട്ട് സർവാധികാരിയായിട്ടുള്ള പരീക്ഷിത്താണ് എല്ലാം ഈശ്വര കഥയ്ക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചത്. ഇത്രയും അധികാരവും ഇത്രയും പദവി പുല്ലുപോലെ ഉപേക്ഷിക്കാൻ ആ തട്ടകശാപം അദ്ദേഹത്തിന് കാരണമായി. അപ്പോൾ വാസ്തവത്തിൽ തട്ടകശാപം അദ്ദേഹത്തിന് അനുഗ്രഹമായി എന്നല്ലേ വിചാരിക്കേണ്ടത്? ഇത്രയും മഹത്തായിട്ടുള്ള ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് ആ ശാപമാണ്. അല്ലെങ്കിൽ അദ്ദേഹം രാജ്യവും ഭരിച്ചുവിടുന്ന് മരിച്ചു പോയിരുന്നു അല്ലേ. പരീക്ഷിത്ത എന്നുള്ള പേര് പോലും ചിലപ്പോൾ പലരും അറിയില്ല, ചിലരൊക്കെ അറിയുന്നില്ലാണ്ട് പലരും അറിയില്ല. അവിടെ ആത്മവിദ്യാവിശാരദനായിട്ടുള്ള വ്യാസപുത്രൻ ശുകൻ എന്താണ് നൃപതിം സ്വാതുപൃഷ്ട. നൃപതി ആയിട്ടുള്ള രാജാവിനോട് ചോദിക്കപ്പെട്ടത് കൊണ്ട് എന്താണ് പറഞ്ഞത്? രാജാവ് ചോദിച്ചതിനനുസരിച്ചിട്ട് ശുകൻ എന്തു പറഞ്ഞു എന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. അഭിദേഹി അംഗ, അല്ലയോ ശ്രേഷ്ഠ, ഞങ്ങളോട് പറഞ്ഞു തരയണമേ എന്നങ്ങനെ പറഞ്ഞു. 3-ാമത്തെ അധ്യായം അവസാനിച്ചു. അതിനുശേഷം അതിൻ്റെ ഉത്തരമാണ് എന്തൊക്കെയാണ് ശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്, പരീക്ഷിത്ത് എന്തൊക്കെയാണ് ചോദിച്ചത്. ആ ചോദ്യോത്തരങ്ങളാണ് 4-ാമത്തെ അധ്യായത്തിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് 3-ാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തൃതീയോധ്യായ ശ്രീശുക ഉവാച ഏവമേതത് നിഗദിതം പൃഷ്ടവാൻ ഭവാൻ മമ നൃണാം മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം ബ്രഹ്മവർച്ചസകാമർത്തോ യജേത ബ്രഹ്മണപതിം വിവിധ ദേവതോപാസനയാണ് ആദ്യം പറയണത്. ഇന്ദ്രമിന്ദ്രിയകാമർത്തോ പ്രജാകാമ പ്രജാപതീൻ ദേവീ മായാന്തു ശ്രീകാമത്തേജസ്കാമോ വിഭാവസുംബസുകാമോ വസുരുദ്രാൻ വീര്യകാമോധ വീര്യവാന്നന്ന ദകാമത്വതിഥിം സ്വർഗകാമോദിതേത്രുതാൻ വിശ്വാം ദേവാൻ രാജ്യകാമ സത്യാൻ സംസാദഗോപിശം ആയുഷ്കാമോശ്ചിനോ ദേവോ പുഷ്ടികാമൈളാം യജേൻ പ്രതിഷ്ഠാകാമപുരുഷോ രോദസീലോകമാതരോ രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോപ്സര ഉർവശീമാധിപത്യകാമ സർവേഷാം യചേത പരമേഷ്ഠിനം യജ്ഞം യജേത്യശസ്കാമ കോശകാമ പ്രചേതസാം വിദ്യാകാമത്വഗിരിശം ദാമ്പത്യാർത്ഥം ഉമാം സതിം ധർമാർത്ഥ ഉത്തമശ്ലോകം ദന്തും തന്നൻ പിതൃം യജേൽ ലക്ഷാകാമ പുണ്യജനാനോജസ്കാമോ മരുഗണാൻ രാജ്യകാമോ മനുൻ ദേവാം നിരുതിൻ ത്വഭിചരൻ യജേൽ കാമകാമോ യജേൽ സോമം അകാമ പുരുഷപരം. അകാമ പുരുഷപരം, അകാമേട്ടോ, കാമയില്ല, സോമം അകാമ. അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. അതിനു വേണ്ടിയാ ബാക്കിയൊക്കെ പറഞ്ഞത്. പല ദേവതകളുടെ പിന്നാലെ പല കുഴികൾ കുഴിച്ച് വെള്ളം കാണാത്ത പോലെ ഒറ്റ കുഴിയാണ് ശരിക്കും കുഴിക്കൂ, വെള്ളം കാണും അല്ലേ. അതുകൊണ്ട് പറഞ്ഞത് അകാമ, ഒന്നിലും ആഗ്രഹമില്ലാത്തവനും ഏകദൈവ വിശ്വാസം പറ്റും. എല്ലാതും അതുകൊണ്ട് വേണ്ടവർക്കോ കിട്ടും. സർവകാമോവ, എല്ലാം ആഗ്രഹിക്കുന്നവരും ഒന്നും വേണ്ടാത്തവരും മോക്ഷം ആഗ്രഹിക്കും. മോക്ഷകാമ ഉദാരതി, മോക്ഷം വേണം എന്നുള്ളവർക്കോ അതും കിട്ടും. അപ്പം എല്ലാറ്റിനും നല്ലതെന്താ? ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് കാണുക തന്നെയാണ്. നമ്മളും അതന്നെ പറഞ്ഞ മറ്റു മതസ്ഥരെ പോലെ ഏതാവാനേവ യജിതാമിഹ നിശ്ചയസോദയാ ഭഗവത്യജലോഭാവോ യദ്ഭാഗവത സംഗതാ ജ്ഞാനം യഥാ പതിനിവൃത്ത ഗുണോർമി ചക്രമാത്മപ്രസാദ ഉദയത്ര ഗുണേഷ സംഘ കൈവല്യ സമ്മതപതത്തത ഭക്തിയോ കോ നിർവൃതോ ഹരികഥാസുരതിന്ന ഗുര്യാശൗനകൗവാച ഇത്യഭിവ്യാകൃതൻ രാജ നിശമ്യ ഭരതർഷഭ കിമന്യപ്പെട്ടവാൻ ഭൂയോ വയ്യാസ കിമിഷിംഗവിമയാസകി. ശുഗനോട് പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചത്, കിമന്യൽ പൃഷ്ടവാൻ എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു തരണം. ഏതച്ചുഷതാമിട്ടൻ സൂത നോർഹതി ഭാഷിതം കഥ ഹരികഥോദർക്ക സദാം സുസരതി ധ്രുവംസവേ ഭാഗവതോ രാജ പാണ്ഡവയോ മകാരത ബാലക്രീഡനകയ ക്രീഡൻ കൃഷ്ണക്രീഡാം ജാതേ. കുട്ടിക്കാലത്ത് കളികൾ പോലും കൃഷ്ണനെ ഉദ്ദേശിച്ചാണ് ചെയ്തിരുന്നത്. ആ രാജാവ് അത്ര ഭക്തനായതുകൊണ്ടാണ് വയസ്സുകാലത്ത് ഇത്രയും നല്ലൊരു യോഗം വന്നത്. തട്ടകശാപം അദ്ദേഹത്തിന് നാശമല്ല, ശാപമല്ല വിതച്ചത്,
നന്മയാണ് നൽകിയത്. പയ്യാസകിച്ച ഭഗവാൻ വാസുദേവപരായണ ആയുരുകായ ഗുണോദരാതദാന്തുർഗിതമാകമേ ആയുർഹരതി വൈ പുംസാം ഉദ്യന്നത്തം ച എന്ന ശ്രോതസ്യർത്ഥേ ഈക്ഷണോ നീത തമഷ്ടോകവാർത്തയ തരവക്കിന്ന ജീവന്തീപത്ര കിന്നശ്വസന്ധ്യുതാ ന ഖാദന്തി ന മേഘന്തി കിംഗ്രാമപശവോ പരേ ശബിട്പരാഹോഷ്ട്രകരേ സംസ്ഥിതപുരുഷാം സ്തുതപുരുഷ പശു. ഒട്ടേറെ മൃഗങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നുണ്ട്, അവരെ പോലെ മതിയോ മനുഷ്യൻ ചോക്കിയാണ്. ശബിട്പരാഹോഷ്ട്രകരേ ഒട്ടകം, കുതിര, ഉഷ്ട്രങ്കരം, സംസ്തുത പുരുഷ പശു. ചില മനുഷ്യമൃഗങ്ങളും ഇതുപോലെ ഉണ്ട്. നയൽക്കർണപഥോപേതോ ജാതുനാമഗതാഗ്രജ വിലേപതോരു ക്രമവിക്രമാൻ്റേന ചുണ്ണുതക്കർണവുടേ നരസ്യ ജിക്വാസുതീതാത്തുരുഗേവസൂത നജോപഗായത്തുരുഗായഗാഥ ഭാരപ്പരം പട്ടകിരീടജുഷ്ടമപ്യുത്തമാങ്കന്ന നമേൻ മുകുന്ദം. മുഖം കൊണ്ട് ഭഗവാനെ നമിക്കുക. ശാവോ കരോനോ കുരുദർശബര്യാങ്കരല്ല തൽക്കാഞ്ചന കങ്കണോ വാ ബർഹായിതേ നയനേ നരാണ. കണ്ണ് മയിൽപ്പീലിയുടെ കണ്ണാവും. ഈശ്വരനെ സജ്ജനങ്ങളെയും കണ്ടിട്ടില്ലെങ്കിൽ ബർഹായിതേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർന്ന നിരീക്ഷിതോയേ പാദോ നൃണാന്തോ ദ്രുമജന്മബാജോ ക്ഷേത്രാണി നാനു ഭജതോ കരറിയോ. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനാണ് കാല്. ജീവച്ചവോ ഭാഗവത അഘ്രിരേണും. ഭാഗവതന്മാരുടെ ആ ശിരസ് കാലിലത്തെ പൊടി നമസ്കരിച്ചിട്ട് അണിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അഘ്രി രേണു, അഘ്രി കാല്, രേണു പൊടി. ന ജാതുമർത്യോർബിലഭേദയസ്തു ശ്രീവിഷ്ണുപത്യാമനുജ തുളസ്യാ ശ്വസച്ചോ യസ്തുന വേദഗന്ധം. ഗന്ധമാകട്ടെ തുളസി, ചന്ദനം, ഭഗവത്പാദത്തിൽ അർപ്പിക്കപ്പെട്ട പുഷ്പങ്ങൾ, അത് ആസ്വദിക്കാനാണ്. ശ്രീവിഷ്ണുപത്യാമനുജ തുളസ്യാശ്വസച്ചവോ യസ്തുന വേദഗന്ധം തദശ്മസാരം ഹൃദയം. ഈശ്വരകഥ കേട്ടിട്ട് അലിവില്ലാത്ത ഹൃദയം. അശ്മസാരം കല്ല്, അശ്മം എന്ന് പറഞ്ഞാൽ കല്ലാണ്. തദശ്മസാരം ഹൃദയം ബദേതം യക്രിക്യമാണേർ ഹരിനാമധേ ന വിക്രിയേതാദേതാ വികാരോ നേത്രേ ജലം ഗാതരുകേഷു കക്ഷാം അതാഭിദേഹ്യംഗമനോനുകൂലം. മനസ്സിന് സുഖത്തെ തരുന്ന ഞങ്ങളോട് പറയുക. അഭിദേഹി പറഞ്ഞാലും വീണ്ടും വീണ്ടും പറഞ്ഞാലും കേൾക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാകവയ്യാസകിരാത്മവിദ്യാവിശാരദോ. ആത്മവിദ്യാവിശാരദനായിരിക്കുന്ന ശുഗൻ എന്തൊക്കെയാണ് രാജാവിനോട് പറഞ്ഞു കൊടുത്തത്? നൃപതിം സാധു പൃഷ്ട. ചോദിച്ചതിനെ തുടർന്ന് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്ന് ഞങ്ങളോട് പറയാൻ കാരുണ്യം ഉണ്ടാവണേന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. ഇത് ശ്രീമദ് ഭാഗവതേ കാവ്രാണേ പാരമഹംസംഹിതായാം ദ്വിതീയസ്കന്ധേ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.